നമ്മളിന്നൊരു കുഞ്ഞാവേനെ കാണാൻ പോവുകയാണ്. നമ്മുടെ കുടുംബത്തിൽ ആദ്യമായിട്ട് ജനിച്ച ഒരു കുഞ്ഞാവ. അത് ആദ്യമായിട്ട് ജനിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ കുടുംബമൊന്നുമില്ല, കാരണം ആദ്യമായിട്ടാണ് നമ്മുടെ കുടുംബത്തിൽ ഒരു ആൺ കുഞ്ഞാവ ജനിക്കുന്നത്. അപ്പോൾ ബാക്കി എല്ലാവർക്കും പെൺകുഞ്ഞാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആൺകുഞ്ഞാവേനെ കാണാൻ പോവാം. ഇതിൻ്റെ ഇടയിൽ ജെമി എന്നെ ചിരിപ്പിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ചിരിയൊക്കെ വരുന്നത്. ഫസ്റ്റ് ഞങ്ങളിങ്ങനെ ഒരു വീഡിയോ തന്നെ എടുക്കുന്നത്. അപ്പം ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. നമ്മൾ കുഞ്ഞാവയ്ക്ക് ഡ്രസ്സൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പം നമ്മൾ എൻ്റെ മക്കളെ 2 പേരെയും കൊണ്ട് അമ്മയുടെ വീട്ടിലാക്കിയിട്ട് കുഞ്ഞാവയ്ക്ക് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. തിരുമല രാമചന്ദ്രനിലാണ് നമ്മൾ വന്നത്. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ബേബി ഗേൾസിനും ബേബി ബോയ്സിനും പറ്റിയ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതേതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതുപോലെ ക്യാമറ പിടിച്ചു തരാൻ മടിയുള്ള ഭർത്താവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. എൻ്റെ ചേട്ടൻ ഈ ക്യാമറ പിടിച്ചു തരാൻ ഭയങ്കര മടിയുള്ള ഒരു കൂട്ടത്തിലാണ്. പുള്ളിക്കാരൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന കാര്യങ്ങളൊന്നും ഒട്ടും ഇഷ്ടമില്ലാത്ത കൂട്ടത്തിലാണ്. എന്നാൽ ഞാൻ അവിടെയൊക്കെ വീഡിയോ പിടിച്ച് വന്നപ്പോഴത്തേനും ചേട്ടനെ കാണാനില്ല. ഞാൻ നോക്കിയപ്പോൾ അവിടെ തറയിൽ ഇരുന്നും നിന്നും ഒക്കെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഉടുപ്പ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ടോ, ഭയങ്കര മടിയാണ്. ഒരു ഇച്ചിരി നേരം പോലും വീഡിയോയ്ക്ക് എൻ്റെ കൂട്ടത്തൊന്ന് പോസ് ചെയ്യാൻ ഭയങ്കര മടിയുള്ളൊരു കൂട്ടത്തിലാണ്. നമ്മളെ കുഞ്ഞാവയ്ക്ക് ഇത്രയും സാധനങ്ങളാണ്. നമ്മൾ ഒരുപാടൊന്നും എടുത്തിട്ടില്ല. ഈ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ തൽക്കാലം ഇപ്പോൾ കുഞ്ഞാവെ കാണാൻ വന്നപ്പോൾ വെറും കൈയോടെ വരണ്ടല്ലോ എന്ന് കരുതിയിട്ട് എടുത്ത കുറച്ച് സാധനങ്ങളാണ്. അത് കൊടുക്കുമ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ വീഡിയോ എടുക്കാം. എന്തൊക്കെയാണ് സാധനങ്ങളുള്ളതെന്നുള്ള വീഡിയോ എടുക്കാം. നമ്മളെടുത്ത സാധനങ്ങളൊക്കെ ബില്ല് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ബില്ല് ചെയ്യുന്ന ശേഷം കുഞ്ഞിനെടുത്തു നമുക്ക് അമ്മയ്ക്കും കൂടെ സാധനം എടുക്കണം. അമ്മയ്ക്ക് ഒരു ടോപ്പാണ് ഞാൻ മനസ്സിൽ കണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അമ്മയുടെ ടോപ്പ് നോക്കാം. പക്ഷേ ആ ടോപ്പ് ഞാൻ എന്തായാലും കാണിച്ചു തരില്ല. വീട്ടിൽ ചെന്നതിന് ശേഷം കാണാം. നമ്മളിവിടെ നിന്ന് ഒരു ടോപ്പ് നമ്മളെടുത്തായിരുന്നു. അപ്പോൾ അത് ബില്ലൊക്കെ അടിച്ചു, എല്ലാ കാര്യങ്ങളും ബില്ലടിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം എന്താണെങ്കിൽ സാധനം ഇത് ഒരു ഗിഫ്റ്റാണ്. വേണ്ട, ഇതാണ് എൻ്റെ അനിയത്തി, കുഞ്ഞമ്മേരെ മോളാണ്. അപ്പോൾ അവളെ ബർത്ത്ഡേ ആയിരുന്നു 6-ാം തീയതി വന്നിട്ട്. അപ്പോൾ ആ ഗിഫ്റ്റൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം വാങ്ങാൻ ഭയങ്കര പാടാണ്. ഇഷ്ടപ്പെട്ടോ? ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം കേൾക്കണത്. കൊറിയന്റെ ഏത് സാധനം വാങ്ങിച്ചു കൊടുത്താലും ഇവളെ ടേസ്റ്റിന് ഒരു സാധനം വാങ്ങാൻ ഭയങ്കര പാട്. കൊറിയൻ അതിന്റെ മറ്റത് വലുത് വാങ്ങിച്ചിരുന്നു. വേറെ ഒന്ന്, ഇത് ഫേസ് വാഷ്, അത് സ്ക്രബ്ബർ. ഫേസും ഹോൾ ബോഡി. ഇത് എനിക്ക് ഫേസിലും യൂസ് ചെയ്യോ? ഇത് അപ്പം ഇതിന് വേണോ? ഇത് ഫേസ് വാഷ്. അല്ലാതെ ഇത് സെപ്പറേറ്റ്. ഇതിന് ഇപ്പം ക്ലെൻസർ ഉണ്ട്, പിന്നെ അല്ലാതെ സെറം, ക്രീം, ജെല്ലൊക്കെ ഉണ്ട് ഇതിന്റെ ഇപ്പം. ഇഷ്ടപ്പെട്ടോ? താങ്ക് യു സോ മച്ച്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വാക്ക് കേൾക്കുന്നത്. ഇനി നമുക്ക് അനിയത്തി കാണാം. അപ്പം അമ്മയുടെ ഗിഫ്റ്റ് നമുക്ക് ഫസ്റ്റ് കൊടുക്കാം, ഭാവിക്കുള്ള ഗിഫ്റ്റ് സെക്കൻഡ് കൊടുക്കാം. എനിക്ക് പിള്ളേക്കാ ഞാൻ ബെഡ്ഷീറ്റാണ്. പിള്ളേക്കൊന്നും ഞാൻ അടുത്ത് ബെഡ്ഷീറ്റ് ആയിരിക്കും. കുഞ്ഞാറ്റിന്റെ ടേസ്റ്റിനാണ് ഒന്നും കിട്ടാത്ത. അവസാനം നോക്കിയപ്പോ കൊറിയന്റെ ഒരു മാസ്ക് ഇരുന്നു, കൊറിയന്റെ ഫേസ് വാഷ്. മാസ്ക് അല്ല, കാണിച്ചോട്, ഫേസ് വാഷ്. ഭയങ്കര സന്തോഷം. അത് എന്റെ ചെറുക്കൻ. ഇത് കെസിയേക്ക്, സോറി. അടിയിൽ തോർത്ത് ഇത്രയേ ഉള്ളൂ. പിന്നെ വാങ്ങിച്ചു തരാം.
ഇതെന്താണ്? ഇത് ഭയങ്കര ഇത്. അല്ല ഇത് തലയുള്ള തുടക്കി അല്ല, വേപ്പിക്കുവാ അതേപോലത്തെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഓൺലൈൻ. അവരിന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത ദിവസമാണ്, പിറ്റേ ദിവസമാണ് നമ്മൾ വീട്ടിൽ പോയി കാണുന്നത്. ഹോസ്പിറ്റലിൽ പോയി ഒരു തവണ കണ്ടു. അപ്പോൾ സി സെക്ഷൻ ആയതുകൊണ്ട് ഒരു 6 ദിവസമൊക്കെ അവിടെ കിടക്കേണ്ടി വന്നു. കുഞ്ഞാവരെ ഫേസൊന്നും കാണിക്കാത്തത് നൂലുകെട്ടൊന്നും കഴിയാത്തത് കൊണ്ടാണ്. നൂലുകെട്ടിൻ്റെ അന്ന് നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.